സ്വന്തം മണ്ഡലത്തിൽ വെച്ച് ഒരു എംപിയെ തടയാനും മർദ്ദിക്കാനും ശ്രമിച്ച വിഡ്ഢികളായ ഡിവൈഎഫ്ഐക്കാർക്ക് പണി കിട്ടിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞ കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് ഭാരവാഹികളടക്കം 11 ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ സ്റ്റേഷന്റെ ജാമ്യത്തിൽ വിട്ടയച്ചത് പിണറായി പോലീസിന്റെ പണിയാണെങ്കിലും ഇനി വലിയ പണി പിന്നാലെ വരാനിരിക്കുന്നതേയുള്ളൂ. ആളെ അറിഞ്ഞത് ഈ കേസ് കൊണ്ടാണ്. അവർ തന്നെയാണ് പ്രതികൾ എന്നുറപ്പിക്കുന്നതാണ് ഈ കേസിൻ്റെ ആദ്യപടി. അതായത് ഒരു കേസോ ഒരു തെറ്റായ സമീപനോ പോലും ഇല്ലാത്ത വടകരയുടെ ജനകീയ എംപിയെ റോഡിലൂടെ പോകാൻ വരെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലാണ് ഈ സഖാക്കന്മാർ ജീവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഷാഫി പറമ്പിലിൻ്റെ സുഹൃത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് ശരിയാണ്. ആ മാങ്കൂട്ടത്തിനെതിരെ ചാനലിൽ ആരോ വന്ന് പരാതി പറഞ്ഞതിനാണ് ഡിവൈഎഫ്ഐക്കാർ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞിരിക്കുന്നത്. ശരിക്കും തലയ്ക്ക് വട്ടായൊരു സ്ഥിതിയാണ്. അത് വലിയൊരു ക്രിമിനൽ കുറ്റമാകാൻ പോവുകയാണ്. ഇന്നലെയാണ് സമനില തെറ്റിയ തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമ്പിൽ എംപിയുടെ വണ്ടി തടഞ്ഞതും ആക്രമിക്കാൻ ശ്രമിച്ചതും. അതും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പരിപാടി നടക്കുന്നതിനിടയിലാണ്. CPM-ന്റെ കോട്ട കൊത്തളം എന്ന് പറയുന്ന വടകരയിൽ 100ഓളം ഡിവൈഎഫ്ഐക്കാരെ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുന്ന ഷാഫി പറമ്പിൽ എംപിയെ നമ്മൾ കണ്ടു. അതിൽ തന്നെ കുട്ടിസഖാക്കളുടെ കാറ്റ് പോയതാണ്. വടകര അങ്ങാടിയിൽ നിന്ന് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നു. താൻ ഇവിടെ തന്നെ കാണുമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ഷാഫി പറഞ്ഞതായിരുന്നു ഒരു ദിവസമായിട്ട് പുറത്തു വരുന്ന വാർത്ത. MP എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ ഒരുപാട് പരിപാടി ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികം. ആ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഷാഫി പറമ്പിലിൻ്റെ വാഹനം വടകര ടൗണിൽ വെച്ച് തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇത് വിഡ്ഢിത്തം മാത്രമല്ല, അംഗീകരിക്കാൻ കഴിയാത്തത് എന്ന് മുഴുവൻ ജനങ്ങളും പറഞ്ഞതോടെ പ്രതികളെ കൈയൊഴികയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതൃത്വം ചെയ്തിരിക്കുന്നത്. വടകരയിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞതിനെതിരെ തന്നെ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നു. MPയെ ഇങ്ങനെ പരസ്യമായി തടയാൻ ഡിവൈഎഫ്ഐ പറഞ്ഞിട്ടില്ലെന്നും തീരുമാനിച്ചിട്ടില്ല എന്നുമാണ് അവസാനം പണിപാളി എന്ന് ഉറപ്പായപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു പറഞ്ഞിരിക്കുന്നത്. വടകരയിലേത് ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമാണെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകോപനങ്ങളിൽ വീണുപോകരുത് എന്നാണ് ഡിവൈഎഫ്ഐ നേതൃത്വം ഇതിൽ പറയുന്ന ന്യായം. CPM-ന്റെയും കുട്ടിസഖാക്കളുടെയും പ്രതിഷേധത്തിൻ്റെ 100 ഇരട്ടി പ്രതിഷേധം നടത്താനുള്ളൊരു സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ഷാഫിയെ തടഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇതിലെ പ്രതികളെന്ന് മുദ്രകുത്തി പിണറായി വിജയന്റെ പോലീസ് വിട്ടയച്ചുവെങ്കിലും സ്പീക്കർക്ക് പരാതി ലഭിക്കുന്നതോടെ ലോകസഭയിൽ നിന്നും ഉത്തരവ് വരാനാണ് സാധ്യത. ഏതായാലും ഒരാവേശത്തിന് ഒരു വിഡ്ഢിത്തം ചെയ്തു പോയെങ്കിലും ഇപ്പോൾ വലിയ പശ്ചാത്താപവും കുറ്റബോധവുമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.